സൂര്യൻ എവിടുന്ന് ഉദിക്കുന്നില്ല, സൂര്യൻ എവിടുന്ന് അസ്തമിക്കുന്നില്ല. ഭൂമി കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഉദിക്കുന്നത് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നതാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി ചോദിക്കട്ടെ? ഈ അറിവ് എവിടുന്നാണോ താങ്കൾക്ക് കിട്ടിയത്? നാസയിൽ നിന്നോ, ISRO നിന്നോ, അതല്ലെങ്കിൽ താങ്കൾ പഠിച്ചുള്ള വേദഗ്രന്ഥത്തിൽ നിന്നോ? 5ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകം വായിച്ചാൽ മതി. രണ്ട് സൂര്യനാണോ അതോ ഒരു സൂര്യനാണോ? ഒരു സൂര്യനാണെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് 2 തവണ മറ്റേ സ്ഥലത്ത് 14 തവണ ആകുന്നത്? നിങ്ങൾ പറയൂ. ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. സൂര്യൻ നിങ്ങൾ ഒരു മുഖമായി കണക്ക് കൂട്ടരുത്. ഒരു മുഖമായി നിങ്ങൾ കണക്ക് കൂട്ടരുത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഹലോ, ഞാൻ തോന്നായി വിളിക്കുന്നു. പിന്നെ കിട്ടലില്ലല്ലോ. ഇപ്പൊ കിട്ടിയല്ലോ, പറയൂ. ഇപ്പൊ കിട്ടി. ഈ മാതിരി സാധനത്തിനൊന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അവൻ നമ്മൾ തോന്നായി വിളിക്കണേ. ഇപ്പൊ കിട്ടി. അപ്പൊ എനിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു താങ്കളോട്. ആരാണ് വിളിക്കുന്നത്? ആളുടെ പേരെന്താ? എന്റെ പേര് സിദ്ദീഖ് എന്നാണ്. സിദ്ദീഖ്. അമേരിക്കയിൽ നിന്നൊരു ഡോക്ടർ വന്നു നമ്മുടെ ശാന്തം പറഞ്ഞു. എന്നാലും 2 ആഴ്ചന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. പറയൂ എന്താ വിളിച്ചെന്താന്ന് പറയൂ. വിളിച്ചത് എനിക്ക് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് 750 കോടി ജനതയ്ക്കും സന്തോഷകരപരമായുള്ള വർത്തമാനം പറയുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് എന്റെ. ആർക്ക്? എനിക്ക്. നിങ്ങൾക്കുണ്ട്? എനിക്കുണ്ട്. ആരും അയ്യേ എന്ന് പറയരുത്. മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ഇവിടെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്. 355 വർഷം 45 വർഷം മുൻപാണ് ന്യൂട്ടൺ വന്നത്. അപ്പൊ അതിനെ അനുബന്ധമായിട്ട് അദ്ദേഹം എന്റെ ഗുരുവാണ് എന്ന ഇതാണ് എനിക്കുള്ളത്. നിങ്ങളുടെ ഗുരുവാണ്? ഗുരുവാണ്. ശരി. അപ്പൊ ഞാൻ പൊട്ടനാ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ചിന്തയുള്ളവരുടെ ആളുകളുടെ ഒന്നുകിൽ മുൻ കടക്കുക, അല്ലെങ്കിൽ താഴെ നിൽക്കുക, അല്ലെങ്കിൽ അതിന് ഇടയിൽ എത്തുക. അങ്ങനെ ഉദ്ദേശം കൂടിയുണ്ട്. നിങ്ങൾക്കുണ്ട്? എനിക്കുണ്ട്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? താങ്കളുടെ അഭിപ്രായം എന്താണ്? വഴിയിൽ നിന്ന് 2 ഉപദ്രവങ്ങൾ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഇവിടെ ഇറക്കി വിടാൻ പോവാ. പറയാനുള്ള കാര്യം ഇതാണ്. പിന്നെ സൂര്യന്റെ യഥാർത്ഥമായുള്ള ചിത്രം. സൂര്യന്റെ യഥാർത്ഥമായ ചിത്രം എങ്ങനെയാണ് അത് സഞ്ചരിക്കുന്നത് എന്ന്, എന്തുകൊണ്ടാണ് അത് താഴോട്ട് വരാത്തതും മേലോട്ട് കയറി പോവാത്തതും, അതിന്റെ കളറ്, അതിന്റെ പരിസര ഭാഗത്ത് കാണപ്പെടുന്ന അതർ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അമ്പട കേമാ സണ്ണിക്കുട്ട. സൂര്യനും എന്തുകൊണ്ട് മുകളിലേക്ക് പോകില്ല താഴേക്ക് പോകില്ല എന്നുള്ളത് സംബന്ധിച്ച് സംശയമുള്ള അതിന്റെ യഥാർത്ഥമായുള്ള ചിത്രത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? യഥാർത്ഥമായ ചിത്രം എന്ന് പറഞ്ഞാല് പുതിയതായിട്ട് അതിൽ പറയാൻ എന്താ ഉള്ളത്? ഇതിലിപ്പോ എന്താ ആർക്കാ സംശയമുള്ളത്? ശരി. ആ സംശയമൊന്നുമില്ല അല്ലേ? ആർക്കാ ഉള്ള? എനിക്കൊരു സംശയമില്ല. ഇതൊക്കെ നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ. അതിന്റെ യഥാർത്ഥമായ ചിത്രം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? സൂര്യൻ എങ്ങനെ സഞ്ചരിക്കണത്? എവിടുന്ന് എങ്ങോട്ട് സഞ്ചരിക്കുന്നു? ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. സൂര്യൻ എന്ന് പറയുന്ന ഒരു വസ്തു കിഴക്ക് നിന്ന് ഉദയം ചെയ്യുന്നുണ്ടോ? കിഴക്ക് നിന്ന് ഉദയം ചെയ്യുന്നില്ല. ഇല്ല. പിന്നെ എവിടുന്നാണ് ഉദയം ചെയ്യുന്നത്? അത് നിങ്ങളുടെ പെർസെപ്ഷൻ ആണ്. ഉദയം ചെയ്യുന്നതും പിന്നെ പടിഞ്ഞാറ് നിന്നാണോ? സൂര്യൻ എവിടുന്ന് ഉദിക്കുന്നില്ല, സൂര്യൻ എവിടുന്ന് അസ്തമിക്കുന്നില്ല. ഭൂമി കാണുമ്പോൾ നിങ്ങൾക്ക് ഉദിക്കുന്നത് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നതാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി ചോദിക്കട്ടെ? ഈ അറിവ് എവിടുന്നാണോ താങ്കൾക്ക് കിട്ടിയത്? നാസയിൽ നിന്നോ, ISRO നിന്നോ, അതല്ലെങ്കിൽ താങ്കൾ പഠിച്ചുള്ള വേദഗ്രന്ഥത്തിൽ നിന്നോ, അതല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതലുള്ള വലിയ ഒരു ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്നോ? എങ്ങനെയാണ് താങ്കൾക്ക് സഞ്ചരിക്കുന്നില്ല എന്നുള്ള ഇത് കിട്ടിയത്? 5ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകം വായിച്ചാൽ മതി. 5ാം ക്ലാസ്സിലെ പുസ്തകം പോട്ടെ, 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പോട്ടെ. ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നുള്ള വ്യക്തിയോടാണ്. അതന്നെ ഞാൻ പറയണത്. സൂര്യൻ എവിടെ ഉദിക്കുന്നില്ല, സൂര്യൻ എവിടെ അസ്തമിക്കുന്നില്ല. ഭൂമി കറങ്ങുന്നത് നിങ്ങൾക്ക് ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും തോന്നുന്നതാണ് സുഹൃത്തെ.
ഇതറിയില്ലേ? ഇതൊരു അടിസ്ഥാന ശാസ്ത്രമല്ല. ഇത് എന്റെ തോന്നലാണ്, മറ്റുള്ളവരുടെ തോന്നലാണ് എന്നുള്ളത് താങ്കൾക്ക് എങ്ങനെയാണ് അറിഞ്ഞത്? അത് നിങ്ങളുടെ തോന്നലല്ലോ, അത് ISRൽ നിന്നാണോ, കാര്യല്ലേ? ISRൽ നിന്നാണോ, നാസയിൽ നിന്നാണോ? ഒരു സൊസൈറ്റി പറയാതെ ഇങ്ങോട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ ചിന്തയിൽ നിന്ന് ഉദിച്ചതാണോ ഈ ഒരു വിഷയം, അതോ മറ്റൊരു സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയതാണോ? എങ്ങനെ 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 താൻ ഇത് ഏത് ലോകത്താ? രാവിലെ എന്നിട്ട് നോക്കിയാ പോരെ? എല്ലാ ദിവസവും രാവിലെ കാണുന്ന കാര്യല്ലേ ഉദിക്കുന്നതും അസ്തമിക്കുന്നതൊക്കെ. എന്താ ഭാഷയും പിന്നെ മലക്കം അറിയരുത്. ഇതെന്താ മലക്കം പറഞ്ഞത്? സൂര്യൻ എവിടെ ഉദിക്കുന്നില്ല, സൂര്യൻ എവിടെ അസ്തമിക്കുന്നില്ല. ഭൂമി കറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉദിക്കുന്നതായിട്ട് അസ്തമിക്കുന്നതായിട്ട് തോന്നണല്ലേ? ഇത് താങ്കൾക്ക് എവിടുന്നാണ് കിട്ടിയത് ഈ അറിവ്? നമ്മൾ ശാസ്ത്രം 5ാം ക്ലാസ്സിൽ പഠിക്കണോ? 5ാം ക്ലാസ് പോട്ടെ, ഇവിടെ 5ാം ക്ലാസ് ഓരോ ക്ലാസ്സിലും സുഹൃത്തെ മാവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നാണ് നിങ്ങൾ പറയണത്. അസ്തമിക്കുന്നു എന്ന് പറയുന്നു. അതായത് സൂര്യൻ എവിടുന്നോ ഇങ്ങനെ തുടങ്ങുന്നു എന്നിട്ട് എവിടെയോ അസ്തമിക്കുന്നു, ഇതാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതെ. ഓക്കെ. അപ്പൊ അത് ഭൂമിയിലെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? ഭൂമിയിലെ കാര്യമാണ്. ഭൂമിയിലെ കാര്യം. ഇപ്പൊ നമ്മളിപ്പോ സ്പേസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോവാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ അവിടെ ഒരു ദിവസം ഭൂമിയിലെ ഒരു ദിവസം കണക്കാക്കിയിട്ട് നമ്മൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഇടയിൽ 14 തവണയോളം അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പൊ എങ്ങനെയാ ഈ സൂര്യൻ അവിടെ വേറെ സൂര്യനാണോ അവിടെ, അതോ ഈ ഭൂമിയിലെ സൂര്യൻ തന്നെയാണ് അവിടെ? പറഞ്ഞുതരാം. അതെങ്ങനെയാണ്? 14 സമയം, 17 സമയം, 15 സമയം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഭൂമിയിൽ നിന്നിട്ട് 3 അസ്തമയ സ്ഥാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അത് അവിടെ നിൽക്കട്ടെ, ആദ്യം ഇതിന് ഉത്തരം പറയും. ഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 3 സ്ഥാനം, 3 അസ്തമയം 3 ഉദയവും പറഞ്ഞുതരാം. ഭൂമിയിൽ നിന്നുകൊണ്ട് ചോദിച്ചതിന് ഉത്തരമാണ് ഈ പറയണത്. ഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ 3 സ്ഥലത്ത് പറഞ്ഞു തരാം. ഇന്ത്യയിൽ ഭൂമിയിൽ ഇരുന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ദുബൈയില്, 2.5 മണിക്കൂർ കഴിഞ്ഞാൽ സൗദിയിൽ. സമാധാനമായിട്ട് കേൾക്ക്. നിങ്ങൾ ഭൂമിയിൽ രാവിലെ ഉദിക്കുകയും വൈകിട്ട് അസ്തമിക്കുക എന്ന് പറഞ്ഞ ആളോട് ഞാൻ ചോദിക്കുകയാണ്, സ്പേസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഒരു 24 മണിക്കൂർ കണക്കാക്കുകയാണെങ്കിൽ അവിടെ 14 തവണ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒരേ ഉദിക്കും സൂര്യൻ. നിങ്ങൾ ഒരു മുഖമായി കണക്ക് കൂട്ടരുത്, ഒരു മുഖമായി നിങ്ങൾ കണക്ക് കൂട്ടരുത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? 14 തവണയാണ് ഞാൻ പറഞ്ഞത്. അതെ, 14 തവണ അസ്തമയമുണ്ട്. 3 തവണ ഞാൻ അസ്തമയം കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് ഭൂമിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് 3 പ്രാവശ്യം അസ്തമയത്തെ പറഞ്ഞു തന്നു. കാരണം ഒന്ന് ഇന്ത്യയിൽ 6:38 അല്ല ഒരു മിനിറ്റ് 6:38 ഉദയം ചെയ്യപ്പെടുമ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ദുബൈയിൽ ഉദയം ചെയ്യുന്നത്. പട്ടിക്കാട്ടിൽ മദ്രസയിൽ ചെലവാക്കിയാൽ മതി. അവയ്ക്ക് വേറെ വല്ല പണി നോക്കേ. ഇനി ആകെപ്പോട്ടെ ഒരു മിനിറ്റ് ഹലോ, ഇതിന് ഉത്തരം പറഞ്ഞില്ലേ? ഈ കാരണം മറിയുന്നൊരു സമ്പ്രദായമുണ്ട്, ആ സമ്പ്രദായം നമ്മൾ എന്നോട് സ്വീകരിക്കരുത്. കാരണം എന്താ സംഭവിച്ചാല് ഞാൻ 48 വർഷം ഈ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പൂത്തിയ കമലാസനൻ ഇനി താൻ പറഞ്ഞ ഒരു വിഡിത്തം ഞാൻ പറഞ്ഞുതരാം. താൻ പറഞ്ഞ ഒരു വിഡിത്തം ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് അടി മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം താൻ പറഞ്ഞ ഒരു വിഡിത്തം ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് ഉദയവും അസ്തമയവും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു തന്നു. ഇനി നിങ്ങൾ പറയാ ഇതേ ഭൂമിയിൽ 24 മണിക്കൂറിന്റെ ഇടയിൽ 2 തവണ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ രാവിലെ ഉദിക്കുകയും വൈകിട്ട് അസ്തമിക്കുകയും ചെയ്യുന്ന എനിക്ക് കാണാൻ കഴിയില്ല. എങ്ങനെയാണ് 14 തവണ അവിടെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. മണി 4 ആകാറായി.
ശരിയായി തരാം മനുഷ്യരായുള്ള ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക് ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് 3 സമയത്തെ അസ്തമയത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി 4ാമത്തെ ഒന്നുകൂടി പറഞ്ഞു തരാം. ഭൂമിയിൽ നിന്നുകൊണ്ട് 4ാമത്തേത് കൂടി പറഞ്ഞു തരാം. അമേരിക്കയിൽ അപ്പൊ 4 ഉദയത്തെ കുറിച്ചും 4 അസ്തമയത്തെ കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് ഭൂമിയിൽ നിന്ന്. ഇനി അവിടെ എത്തുമ്പോൾ അതിന് ബഹിരാകാശത്ത് ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ എന്തോ കുഴപ്പമുണ്ടല്ലോ. എത്തുമ്പോൾ അത് 17 പ്രാവശ്യം കണ്ടു, 14 പ്രാവശ്യം കണ്ടു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പറയപ്പെടുന്നു എന്നല്ല, അതുള്ളതാണ്. പറയപ്പെടുകയല്ല. നിങ്ങളുടെ ഈ നിങ്ങളും ഞാനും കണ്ടിട്ടില്ല, സാക്ഷിയായ ആളുകൾ കണ്ടിട്ടുണ്ട് എന്നതുപോലെ മിസ്റ്റർ കോയ സിദ്ദീഖ്. എന്താണ് പറയാ. മുറുക്ക് സിദ്ദീഖ് ഇതിന് ചോദ്യത്തിന് ഉത്തരം പറയും. അതായത് ഈ 14 തവണ അവിടെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ 2 തവണ. അപ്പൊ സൂര്യനാണെന്നാണ് ഞാൻ ചോദിക്കണേ. ഇന്നും കാണപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് നമുക്ക് അറിയപ്പെടുന്ന 4 സ്ഥലത്ത് സൂര്യനാണോ അതോ ഒരു സൂര്യനാണോ? ഒരു സൂര്യനാണെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് 2 തവണ മറ്റേ സ്ഥലത്ത് 14 തവണ ആകുന്നത്? നിങ്ങൾ പറയൂ. എന്താ ഉണ്ടായേ? ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ആരെ? കുടുംബി. കുമ്പിടി. കുമ്പിടി കുടുംബി. റേഡിയോ ആയിട്ട് കേൾക്കില്ല, റേഡിയോ ആയിട്ട് കേൾക്കില്ല. ഒരു കാര്യം പറയുമ്പോ ഒന്നെങ്കിലും നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക, അതല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക. പക്ഷെ നിങ്ങൾ ആ കാര്യം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ ഫോൺ ഞാനിപ്പോ കട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ കട്ട് ചെയ്തോണ്ട് പല വർഷ വിഷയ പറയുന്ന കേൾക്ക്. നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് ഉദയിക്കുന്നതും അസ്തമിക്കുന്നതും സൂര്യൻ എങ്ങോട്ടോ പോണത് കൊണ്ടാണെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഞാനത് ആവർത്തിച്ച് പറയുന്നു. സൂര്യൻ എങ്ങോട്ടും പോകുന്നില്ല, ഭൂമി കറങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും. ഇതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ മുഴുവൻ കേൾക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭൂമിയിൽ നിങ്ങൾക്ക് 2 തവണയായിട്ട് ഫീൽ ചെയ്യുന്നു. അതേപോലെ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 14 തവണ കാണുന്നത് എന്തുകൊണ്ടാ? അത് അവിടെ അത്രയും തവണ ആ സ്പേസ് സ്റ്റേഷൻ അവിടെ കിടന്ന് കറങ്ങണോണ്ടാണ്. മനസ്സിലായോ? 100% ഞാൻ യോജിക്കുന്നു. അതിപ്പോ അന്റാർട്ടിക്കയിൽ പോകുമ്പോ നിങ്ങൾക്ക് ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ട അവിടെ ഉദയം മാത്രമേ ഉള്ളൂ കുറെ നാളത്തേക്ക്, 6 മാസത്തോളം. പിന്നെ അസ്തമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അസ്തമിച്ച സൂര്യനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുള്ളൂ, അവിടെ സൂര്യൻ ഇല്ല. അതെന്തോ അപ്പൊ അതിന് നിങ്ങളിവിടെ സൂര്യൻ എങ്ങോട്ടോ പോണു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾ എവിടേക്ക് പോണു അത് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ഉദയം ചെയ്യുന്നു അസ്തമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പ്രകാശം പറയുന്നത് മുഴുവൻ കേൾക്കുന്നു. നിങ്ങൾ പറയുന്ന മണ്ടത്തിന് മുഴുവൻ ഞാൻ കേട്ടില്ല. ഇനി ഞാൻ പറയണത് നിങ്ങൾ പറയുന്ന ഒരുപാട് മണ്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് വൃത്തികളും ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഞാൻ പറയാം മണ്ടത്തെ, അതും കൂടി കേട്ടിട്ട് നിങ്ങൾ വെച്ചോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് സൂര്യൻ എങ്ങോട്ടും ചലിക്കുന്നോണ്ടല്ല ഇവിടെ ഈ ഉദയം അസ്തമയം ഉണ്ടാകുന്നത്, ഭൂമി കറങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത് നിങ്ങൾ പറയുന്നത് കേൾക്കൂ, ഒറ്റ പറയണത് കേൾക്കൂ. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. 12 വർഷം മുൻപ് താങ്കൾ പറഞ്ഞ അത് നിലപാട് മാറ്റിയിരിക്കുന്ന ISROയിൽ പഠിച്ചു നോക്ക്, അതിന് നാസയിൽ അടിച്ചു നോക്ക്, സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് വ്യക്തമായി കാണപ്പെടുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് അത് സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. 12 വർഷം മുൻപുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. ശരി. അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചത് നമ്മൾ വീഡിയോ ആയിട്ട് വരുമ്പോ ബാക്കി നിങ്ങൾക്ക് നാട്ടുകാർ പഠിപ്പിച്ചു തരും. തൽക്കാലം ഇവിടെ നിങ്ങൾ സംസാരിക്കാൻ അത്തരത്തിൽ യോഗ്യനല്ല. അതാണ് നിങ്ങളോട് എനിക്ക് നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുന്നില്ല, പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ ഭക്ഷണം അതറിയണം. നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ.
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.